ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇവിടെ വന്നത് എന്റെ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാനാ. എനിക്കെന്തേലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. അപ്പം മേഡം ഇടപെട്ടാ മതി. എവിടെ, എപ്പോ, എങ്ങനെ ഇടപെടണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഓ, ആയിക്കോട്ടെ. എന്തായാലും വന്ന കാര്യം കഴിഞ്ഞു. എന്നാ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ. സാരല്ല. അമ്മേ, 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 സോറി അമ്മേ. ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല ഞാൻ. നമുക്ക് ഇത്രയും ഗതികേട് വന്നല്ലോ എന്ന് ഓർത്തപ്പോ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. അനഘേ, നീ പോയൊരു തുണി എടുത്തിട്ട് വാ, നമുക്കിതൊക്കെ ക്ലീൻ ചെയ്യാം. വാ. നീയായിരുന്നല്ലേ ഇതിന്റെയൊക്കെ പിന്നില്? അതെ തള്ളേ, ഞാനാ മൂർത്തിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ചതിച്ചും വഞ്ചിച്ചും ഇവർക്കുള്ളതെല്ലാം തട്ടിയെടുത്തിട്ട് തീർന്നില്ലേ ഇതിന്റെ പ്രതികാരം? ഇല്ല. സേതുവേട്ടന്റെ മക്കളുടെയും മരുമക്കളുടെയും ജീവിതം മുഴുവൻ തൊലച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടി ഞാൻ ഒപ്പിച്ചു കുട്ടി ഈ കട വരെ നീ തകർത്തു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു. ഇനിയും നീ എന്തിനാ ഇവിടെ പിന്നാലെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? വർഷങ്ങളുണ്ടല്ല, എന്റെയൊക്കെ പ്രതികാരം നിന്റെയൊക്കെ ജന്മം ഒടുങ്ങുമ്പോഴേ തീരൂ. ഈ ജന്മം ഒടുങ്ങുന്നതിന് മുമ്പ് ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത് നീയായിരിക്കും. ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും. അതാ ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾ കാണുകയും ചെയ്യും. ഈ ദൈവം എന്ന് പറയുന്നതേ നിങ്ങളുടെ മാത്രം കണക്കപ്പിള്ളൊന്നും അല്ലല്ലോ. ദൈവത്തിന്റെ കയ്യില് എല്ലാവരുടെയും കണക്കുണ്ട്. നിങ്ങളും ഇവളുമാരും ചേർന്ന് എന്റെ സ്വന്തം ചോര എനിക്കെതിരെ തിരിച്ചു. അല്ലെങ്കിൽ ഏത് യുദ്ധത്തിലും ഒരു കൂടപ്പിറപ്പ് എപ്പോഴും ശത്രുപക്ഷത്തായിരിക്കും. നന്മയുടെ പക്ഷത്തെ ആളുകൾ നിൽക്കൂ, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഛേ, നിർത്തടി. നീ ആരാന്നാ നിന്റെ വിചാരം? ഒരു വലിയ ഷെർലക് ഹോംസ് വന്നിരിക്കുന്നു. CID കളിച്ച് നീ എന്റെ വീട്ടിൽ വന്ന് നിരങ്ങിട്ട് നിനക്ക് എന്ത് നിധി കിട്ടിയടി? ഓ, അപ്പൊ വീട്ടിലെന്തോ നിധി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? എന്റെ വീട്ടിലെ പലതും ഉണ്ടാവും, അതൊന്നും ആരും അന്വേഷിക്കണ്ട. ഇനി എന്റെ ശത്രുക്കൾക്ക് വേണ്ടി എനിക്കെതിരെ ചാരപ്പണി നടത്താൻ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ. അടുത്ത ആ ഗുണ്ടകളെ വിട്ടിട്ട് വീട് തല്ലി പൊളിക്കൂ. വലിയൊരു അധോലോക നായിക വന്നിരിക്കുന്നു. ഞാനും നിങ്ങളും ഒരേ ചോരയാ, ഒരേ അച്ഛന്റെ മക്കള്. പക്ഷേ എന്റെ അച്ഛന്റെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഗുണ്ടയെ വിട്ടൊരു കൊച്ചു പഴങ്കഞ്ഞിക്കട തല്ലി പൊളിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്നുള്ള ഈ വീരസ്യം പറിച്ചിലുണ്ടല്ലോ, അത് നിങ്ങളുടെ തോൽവിയാ. പേടിയാ നിങ്ങക്ക്. നിങ്ങൾ പൂട്ടിവെച്ച രഹസ്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ള പേടി. കേസ് വിധിയായ സേതുങ്കളുടെ കയ്യിൽ നിന്ന് ചതിയിലൂടെ വാങ്ങിയെടുത്ത സ്വത്തുക്കളെല്ലാം തിരിച്ചു തരേണ്ടി വരുമെന്നുള്ള പേടി. ആ പേടി കൊണ്ടാ നിങ്ങൾ എവിടെ നിന്നോ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാനിപ്പോ ഷെർലക് ഹോംസിന്റെ വേഷത്തിൽ തന്നെയാ. എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും ആ കുട്ടിക്ക് പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും ഞാൻ വലിച്ചു പുറത്തെടുക്കുക തന്നെ ചെയ്യും.
പണ്ടെങ്ങോ എന്റെ ഈ കൈ കൊണ്ട് കുറച്ച് ചോറ് വാരി തന്നിട്ടുണ്ട് ഞാൻ. പക്ഷെ എന്നെ ഇല്ലാതൊക്കെ നീ ഇറങ്ങി തിരിച്ചാ. ഇതേ കൈ കൊണ്ട് നിനക്കുള്ള വലിച്ചോറ് ഉരുട്ടാൻ ഞാൻ മടിക്കില്ല. കോഴിക്കുഞ്ഞിന്റെ പ്രാണനേ ഉള്ളൂ. നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാകരുതെന്നുള്ളതുകൊണ്ട് മാത്രം പ്രാണന്റെ ഒരു തരി ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നിന്റെ CID പണി ഇവിടെ നിർത്തിക്കോണം. ഇത് പഴയ അവന്തികയല്ല. ഇനി നീയൊക്കെ എന്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ, ഈ തള്ളയെ നിന്നെ ഇതിനകത്തിട്ട് വാടക വീട് അടക്കം കത്തിക്കും ഞാൻ. എന്റെ പിന്നാലെ വരുന്നത് മരണത്തിന് പിന്നാലെ വരുന്നതിന് തുല്യ. കൊല്ലടി. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ കൊല്ലടി. ദാ നിന്റെ ഈ കൂടെപ്പിറപ്പിനെയും ഇവരെയും എന്നെയും എല്ലാരും ചേർത്ത് നീ ഇപ്പൊ തന്നെ കൊല്ലടി. അതിനു മുമ്പ് നിങ്ങളൊക്കെ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല തള്ളേ. ഇനി മേലിൽ നിങ്ങൾ ഈ പഴങ്കഞ്ഞി കടം നടത്തില്ല. ഈ പഴഞ്ചാക്ക് മേശയും കസേരയും കൊടയും വടിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ലൈസൻസ് എന്ന പഞ്ചായത്തുകാർ തന്നെ അതൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോകും. പോലീസും പഞ്ചായത്തും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇവിടെ കേറി ഇറങ്ങി നിരങ്ങും. നീ എന്താ ഇവിടെ? എങ്ങനെ പോകുന്നു ജീവിതം? പഴയതുപോലെ തന്നെയാണോ അതോ നീ നന്നായോ? മാഡം എന്നെ പരിഹസിക്കാണോ? ഹേയ്, നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ. ഇല്ലാത്ത പുകിലൊക്കെ ഉണ്ടാക്കുകയാണല്ലോ സ്ഥിരം പരിപാടി. ഞാൻ ഇവിടെ വന്നത് എന്റെ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാനാ. എനിക്കെന്തേലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. അപ്പം മാഡം ഇടപെട്ടാ മതി. എവിടെ, എപ്പോ, എങ്ങനെ ഇടപെടണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഓ ആയിക്കോട്ടെ. എന്തായാലും വന്ന കാര്യം കഴിഞ്ഞു. എന്നാ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ.